ഹലോ ഗൈസ്, ഒരു ഫ്രഷ് കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം പറക്കിക്കൂട്ടി ഒരു വീട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല രുചിയേറിയ ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കഴുകി വൃത്തിയാക്കി ഇതൊക്കെ കണ്ടൊരു കുട്ടി ഹായിക്ക് കാണിച്ചിരിപ്പുണ്ട്. ചിക്കൻ കറിക്ക് കോമ്പിനേഷനായിട്ട് കപ്പയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചു. അപ്പോഴാ തക്കാളിയിലെ കാര്യം ഓർമ്മിച്ച് അതും കട്ട് ചെയ്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്സിയുടെ പുറത്തിരുന്ന പപ്പടത്തിനെയൊക്കെ തട്ടി മാറ്റി അതിലോട്ട് വെച്ച് നല്ല പേസ്റ്റ് പരുവത്തിലോട്ട് ഇതിനെ അരച്ചെടുക്കുകയാണ്. കൂട്ടത്തിലെ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഇതെല്ലാം ഒരു സൈഡിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരായിട്ട് സൂം ചെയ്ത് വരെയാണ്. 1 മണിക്കൂറായിട്ടും ചിക്കൻ കഴുകി തീരാത്തതിൻ്റെ വിഷമത്തിലാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നത്. ഇനി അപ്പുറത്തൊരാളാണെങ്കിലോ വീഡിയോ വന്നപ്പോഴത്തേക്കും ആവശ്യമില്ലാത്ത കുറേ എക്സ്പ്രഷനൊക്കെ വാരിയിടുന്നുണ്ട്. ഇത് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണേ. എങ്ങനെയാ ഗൈസ്, നമ്മുടെ കുക്കിംഗ് തുടങ്ങുമല്ലേ? സ്റ്റൗ കത്തിച്ചു. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഉരുളി അടുപ്പത്തോട്ട് വെച്ചു. അതിൽ വെള്ളത്തിൻ്റെ അംശം മാറിയപ്പോഴത്തേക്കും നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലോട്ട് സവാളയും നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. അയ്യോ, കരിവേപ്പില ഇടാൻ മറന്നുപോയി. ആരും കാണണ്ട, പെട്ടെന്ന് കരിവേപ്പിലയൊക്കെ കഴുകി അതിൻ്റെ പുറത്തുകൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെയെങ്കിലും നുണയൊക്കെ പറഞ്ഞ് നമ്മളെ ഭാവി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറാണ് പതിവ്. അതിൻ്റെ ഇടയിൽ ഒരാളിത് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. പിന്നെ ക്യാമറ സ്പേസ് കിട്ടിയില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും അതിൻ്റെക്ക് ഇടയിലോട്ട് ഇടിച്ചു കയറി എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണുണ്ട്. ടേസ്റ്റ് ചെയ്യാനായിട്ട് കൈ നീട്ടിയെങ്കിലും ആരും മൈൻഡ് ചെയ്തില്ല. സംസാരിക്കണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി അതെന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 4 ഒരുമിച്ച പിന്നത്തെ കാര്യം പറയേ വേണ്ട. വീടിനേക്ക് എടുത്ത് 2ആയിട്ട് വയ്ക്കും. ഫുൾ കളറായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും താറ്റിയും കളിയാക്കിയും. ആ മൊമെൻറ്റ്സ് അത്രയ്ക്ക് സ്പെഷ്യലാണ് നമുക്ക്. പിന്നെ ഫുഡ് ഷെയർ ചെയ്താണ് കഴിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഫുൾ ടോസിൻ്റെ പീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് നിങ്ങൾക്കും ഉണ്ട് കേട്ടോ. പിന്നെ ദാഹം മാറ്റാനായിട്ട് ടാങ്കൊക്കെ കലക്കി അതിലൊരു ഗ്ലാസ് നമ്മുടെ കുഞ്ഞിക്കുട്ടിക്കും കൊടുത്തു. കുഞ്ഞി എങ്ങനെയുണ്ട്? ഓ സൂപ്പർ. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വരുന്ന സമയം കൊണ്ടൊരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറയാമല്ല, ഒരു ചിക്കൻ കറി ഉണ്ടാക്കണേക്കാട്ടി മെനക്കേടാണ് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അടുപ്പത്തിരിക്കുന്ന ചിക്കൻ കറിയിലെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഓടിപ്പോയി പാത്രം തുറന്നു. ഗൈസ്, ഒടുക്കത്ത മണം. ഇതിൻ്റെ ഇടയിൽ ഒരാളിതാ കുഞ്ഞിക്ക് ക്യൂടെക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കത്തിയായിട്ട് ഇറങ്ങിയാണ്. നാടൻ സ്റ്റൈലിൽ കപ്പയും നല്ല ചൂട് ചിക്കൻ കറിയും കഴിക്കാനുള്ള വെപ്രാളത്തിൽ സാഹസികമായിട്ട് ഇല വെട്ടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഇല നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അതിലോട്ട് നല്ല ചൂട് കപ്പയും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയ ചിക്കൻ കറിയും കൂടെ ഒഴിച്ചു. നമ്മൾ പോളിംഗ് തുടങ്ങുവാണ് ഗൈസ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ വലിയ പീസ് ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിലാണ്. ഇതേപോലെ ഒരുമിച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു ഇലയിലിരുന്ന് കഴിക്കണതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഈ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മളെ പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഗൈസ്, അടിപൊളി കിടിലൻ ടേസ്റ്റ്. എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ കഴിച്ചിട്ടും വിശപ്പ് അങ്ങോട്ട് തീരുന്നില്ല. പിന്നെ വിചാരിച്ച് രാവിലെ ഇരുന്ന് കുറച്ച് ഇടിയപ്പവും കൂടെ അകത്താക്കാന്ന്. കഴിച്ചു കഴിഞ്ഞ് നമ്മളെടുത്ത എല്ലാ പാത്രവും കഴുകി വൃത്തിയാക്കി വെച്ചു. ഇത്രയേ ഉള്ളൂ. ബായ്.